ഹായ് ഓൾ. ഇന്ന് നമ്മളൊരു പുതിയ പേപ്പറാണ് പരിചയപ്പെടാൻ പോകുന്നത്. പേപ്പറിന്റെ പേര് BPCS 186 മാനേജിങ് സ്ട്രെസ്. അപ്പം ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബാച്ചിലേഴ്സ് പ്രോഗ്രാമിൽ 4ാമത്തെ സെമസ്റ്ററിൽ വരുന്ന ഒരു ഇലക്റ്റീവ് പേപ്പറാണ് ഈ മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന പേപ്പർ. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു പേപ്പർ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം? അതായത് സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപം, അതിന്റെ ഒരു നേച്ചർ എങ്ങനെയാണ്, സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ സാഹചര്യങ്ങളിൽ കൂടെ സ്ട്രെസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഒരു വ്യക്തി സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പുറമേ കാണുന്ന ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ എഫക്റ്റീവായിട്ട്, വളരെ ഫലപ്രദമായിട്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മാനേജിങ് സ്ട്രെസ് എന്നുള്ള പേപ്പർ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്ട്രെസ്സിന്റെ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ പഠിച്ചു പോകാൻ മാത്രമല്ല, അതിലുപരി നമുക്കൊരു പേഴ്സണൽ ലൈഫിൽ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറും കൂടിയിട്ടാണ് ഇത്. അപ്പൊ നമ്മുടെ ഇഗ്നോന്റെ സിസ്റ്റത്തിൽ ക്രെഡിറ്റ് സ്കോർ ആണ് നിങ്ങൾക്ക് അറിയാം. അതിൽ ടോട്ടൽ ആയിട്ട് 4 ക്രെഡിറ്റ് സ്കോർ ആണ് ഈ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്റ്റീവ് പേപ്പറാണ്, നമ്മുടെ സ്കിൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന പേപ്പർ. 2 ബ്ലോക്ക് ആയിട്ടാണ് ഈ ഒരു പേപ്പർ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ് ആണ്. സ്ട്രെസ്സിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ എന്താണ്, സ്ട്രെസ്സിന്റെ ചില മോഡൽസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഒരു ബ്ലോക്കിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ബ്ലോക്ക് 4 യൂണിറ്റ് ആയിട്ടാണ് സബ് ഡിവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി 2ാമത്തെ ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടിക്കഴിഞ്ഞു. അടുത്തത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ് ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക, അതിനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ബ്ലോക്ക് 2 ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബ്ലോക്ക് 2 ഇതേമാതിരി തന്നെ 4 യൂണിറ്റ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലി നമുക്ക് ഈ പേപ്പറിൽ 2 ബ്ലോക്കിലായിട്ട് 8 യൂണിറ്റുകളാണ് വരുന്നത് കേട്ടോ. ഇനി ഓരോ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ മറ്റ് ഏത് പേപ്പറും പോലെ തന്നെ ആദ്യം അതിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ പേപ്പറിന്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ യൂണിറ്റിന്റെ ഒരു ഉദ്ദേശം എന്താണ്. രണ്ടാമത്തേത് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഐഡിയ, ഡെഫിനിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്. ഇപ്പൊ സ്ട്രെസ്സിന്റെ മോഡലിനെ കുറിച്ചാണെങ്കിൽ ഏതൊക്കെയാണ് മോഡൽസ്, അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇൻട്രൊഡക്ഷനിൽ തരുന്നത്. ഇനി അതിനുശേഷം ചില യൂണിറ്റുകൾ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ കാണാൻ പറ്റും. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ ചില ഡയഗ്രംസ് ആയിരിക്കും. അതായത് ആ യൂണിറ്റിൽ കവർ ചെയ്തേക്കുന്ന കൺസെപ്റ്റുകളെ കുറിച്ച് കുറച്ചും കൂടെ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വ്യക്തത തരാനായിട്ട് ചില ഡയഗ്രംസ് ആയിരിക്കാം, ചിലപ്പോൾ ചില ഗ്രാഫ് ആയിരിക്കാം, ചില ഫ്ലോ ചാർട്ട് ആയിരിക്കാം. ഇതൊക്കെയാണ് ഇല്ലുസ്ട്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം ആ കണ്ടന്റ് മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ കിട്ടാനായിട്ട് ചില ഫിൽ ഇൻ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമ്മറി വരുന്നുണ്ട്. പിന്നീട് യൂണിറ്റ് എൻഡിൽ ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ മറ്റേത് യൂണിറ്റിലും നിങ്ങൾക്ക് ഇതേ പാറ്റേൺ ആയിരിക്കും കാണാൻ പറ്റുക. സെയിം ഈ പേപ്പറിലും ആ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമുക്ക് ഓരോ യൂണിറ്റിൽ എന്താണ് കവർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്ലോക്ക് 1ലും അതായത് ബ്ലോക്ക് 1ലും ബ്ലോക്ക് 2ലും ഒക്കെ 4 യൂണിറ്റ് തന്നെയാണ്. അപ്പൊ ബ്ലോക്ക് 1ൽ കാണാൻ പറ്റുന്ന 4 യൂണിറ്റ് ഇതൊക്കെയാണ്. യൂണിറ്റ് 1 സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 2 മോഡൽസ് ഓഫ് സ്ട്രെസ്, യൂണിറ്റ് 3 ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോൺനെസ് ആൻഡ് യൂണിറ്റ് 4 എഫക്ട്സ് ഓഫ് സ്ട്രെസ്. ഓക്കെ, അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് ബേസിക് ആയിട്ടൊരു ധാരണ ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നീട് നമ്മൾ പോകെ നമ്മൾ ഓരോ കൺസെപ്റ്റും പരിചയപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി വരും. ബേസിക് ആയിട്ടുള്ള ഒരു ധാരണയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അത് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ യൂണിറ്റ് 1ൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ് ആണ്. നമുക്ക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എങ്ങനെ അതിനെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, പല വ്യക്തികളും സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സിന്റെ നേച്ചർ എന്താണ്, ഇത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവ് മാത്രമാണോ, അതെയോ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയുടെ മേലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് സ്ട്രെസ്സിനുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് ഉണ്ടാവുന്നത്, എന്താണ് സ്ട്രെസ്സിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, അതുപോലെ സ്ട്രെസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് സ്ട്രെസ് എപ്പോഴായാലും മനസ്സിലാക്കി എടുക്കണമല്ലോ, എത്ര അളവിൽ ഒരു വ്യക്തി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ സ്ട്രെസ് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത് യൂണിറ്റ് 1ന്റെ ഫോക്കസ് ആണ്.
യെസ്. ഇനി യൂണിറ്റ് 2ലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പല വ്യക്തികള് അവരുടെ വ്യൂ പോയിന്റിൽ വ്യത്യാസമുണ്ട്. പല രീതിയിലാണ് അവർ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ വിശദീകരിക്കുന്നത്. അപ്പൊ ആ ഓരോ വ്യക്തിയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഓരോ വ്യക്തി സ്ട്രെസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന അനുസരിച്ച് ഓരോ മോഡൽസ് വരുന്നുണ്ട്. ആ ഓരോ മോഡലിലും സ്ട്രെസ്സിന്റെ പല പല ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളുടെയും പ്രത്യേകത എന്താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതാണ് മോഡൽസ് ഓഫ് സ്ട്രെസ്സിൽ വരുന്നത്. ഇനി യൂണിറ്റ് 3ലേക്ക് വരുന്ന സമയത്ത് സ്ട്രെസ് പ്രോൺനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ചില വ്യക്തികൾക്ക് ഒരുപക്ഷെ അവരുടെ വ്യക്തിത്വത്തിലെ ചില പ്രത്യേകതകൾ കാരണം അഥവാ വേറെ ചില ഘടകങ്ങൾ കാരണം അവർ മറ്റ് വ്യക്തികളെക്കാളും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ചിലർ സ്ട്രെസ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവർക്കുണ്ടാവുന്ന സ്ട്രെസ് ചിലപ്പോൾ കുറവായിരിക്കാം, ചിലർക്ക് അത് കൂടുതലായിരിക്കും. അപ്പൊ എന്തൊക്കെ കാരണങ്ങളാണ് ഈ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരു വ്യക്തി കൂടുതൽ സ്ട്രെസ്സിനോട് പ്രോൺ ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിലേക്ക് ആ വ്യക്തിനെ നയിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ 3ാമത്തെ യൂണിറ്റിൽ കാണാൻ പോകുന്നത്. 4ാമത്തെ യൂണിറ്റിൽ എത്തുമ്പോഴത്തേനും നമ്മൾ സ്ട്രെസ്സിന്റെ ഇഫക്റ്റ് ആണ് കാണാൻ പോകുന്നത്. അതായത് ഒരു സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിലാവാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹെൽത്ത്, ആരോഗ്യത്തിലാവാം, അതല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൽ അത് പെർഫോമൻസിലാവാം, അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് ആ വ്യക്തിയുടെ പ്രോഡക്ടിവിറ്റിനെ എങ്ങനെയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഘടകം അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ 4ാമത്തെ യൂണിറ്റിൽ കാണാൻ പോകുന്നത്. അപ്പൊ ഈ 4 യൂണിറ്റ് വെച്ചിട്ട് ആദ്യത്തെ ബ്ലോക്ക് തീരുകയാണ്. ഇനി 2ാമത്തെ ബ്ലോക്കിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും 4 യൂണിറ്റ് ആണ്. യൂണിറ്റ് 5, 6, 7 ആൻഡ് 8. അപ്പൊ യൂണിറ്റ് 5ൽ വരുമ്പം കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആണ് വരുന്നത്. അതായത് ഒരു സ്ട്രെസ് അനുഭവിക്കുമ്പം എങ്ങനെയാണ് ആ സ്ട്രെസ്സുമായിട്ട് നമുക്ക് കോപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് നമുക്ക് ആ സ്ട്രെസ്സിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ മേൽ കുറയ്ക്കാൻ പറ്റുന്നത്. ഇതാണ് യൂണിറ്റ് 5 ഡീൽ ചെയ്യുന്നത്. യൂണിറ്റ് 6ഉം 7ഉം 8ഉം ഈ സ്ട്രെസ് മാനേജ്മെന്റിന്റെ പല പല ടെക്നിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ യൂണിറ്റ് 6ൽ കുറച്ച് ടെക്നിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, 7ൽ വീണ്ടും ചില ടെക്നിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, 8ലും വീണ്ടും ചില സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് 2 ബ്ലോക്കും ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഓരോ യൂണിറ്റിന്റെയും സബ് ടോപ്പിക്സ് എന്തൊക്കെയാണ്, ഓൾറെഡി ഞാൻ ഓരോ യൂണിറ്റിൽ എന്താ കവർ ചെയ്യുന്നതെന്ന് വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ ഓരോ യൂണിറ്റ്സിലെയും വരുന്ന സബ് ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. അപ്പൊ ആദ്യത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് സ്ട്രെസ്സിന്റെ കൺസെപ്റ്റ് എന്താണ്, നേച്ചർ എന്താണ്, സോഴ്സ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് സ്ട്രെസ് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സംസാരിക്കുന്നത്. 2ാമത്തെ യൂണിറ്റിൽ വരുമ്പോഴത്തേനും മോഡൽസ് ഓഫ് സ്ട്രെസ് ആണ്. അതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന കുറച്ച് മോഡൽസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് മോഡൽ, ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രോം, കോഗ്നിറ്റീവ് അപ്രീസൽ മോഡൽ, പേഴ്സൺ എൻവയൺമെന്റ് ഫിറ്റ് മോഡൽ, സൈക്കോഡൈനമിക് തിയറി, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷണൽ തിയറി ആൻഡ് ദാറ്റ് സ്ട്രെസ് മോഡൽ. അപ്പൊ ഇത്രയും മോഡൽസ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഈ യൂണിറ്റിലുള്ളത്. ഈ യൂണിറ്റ് ആ മോഡലിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്ട്രെസ്സിലേക്ക് നയിക്കുന്നത്, ഓക്കെ, അതുപോലെ തന്നെ സ്ട്രെസ് എങ്ങനെ നമുക്ക് മോഡറേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഇനി 4ാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ മേലിൽ സ്ട്രെസ്സിന് എന്ത് ഇഫക്റ്റ് ആണോ ഉള്ളത്, ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസിന്റെ മേല്, പ്രൊഡക്ടിവിറ്റിയുടെ മേല്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങളുടെ പുറത്തൊക്കെ ഒരു വ്യക്തിക്ക് സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഹെൽത്ത്, പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി, റിലേഷൻഷിപ്സ് ഇതൊക്കെ എങ്ങനെയായിരിക്കും, എന്ത് വ്യത്യാസങ്ങളൊക്കെയാണ് വരിക എന്നുള്ളത് നമ്മൾ യൂണിറ്റ് 4ൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇനി യൂണിറ്റ് 5ലേക്ക് വരുമ്പം എന്താണ് കോപ്പിംഗ് എന്ന് പറയുമ്പോൾ സ്ട്രെസ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന ആ മെക്കാനിസത്തിനെയാണ് നമ്മൾ കോപ്പിംഗ് എന്ന് പറയുന്നത്. സ്ട്രെസ്സുമായിട്ട് ഡീൽ ചെയ്ത് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് പോവാം. ഓക്കെ, എന്തൊക്കെ സ്റ്റൈൽ ഓഫ് കോപ്പിംഗ് ഉണ്ട്. അപ്പൊ എനിക്കുള്ള കോപ്പിംഗ് സ്റ്റൈൽ ആയിരിക്കില്ല വേറൊരു വ്യക്തിക്ക് ഉണ്ടാവുക. അപ്പം ഓരോ വ്യക്തികളിൽ സ്വീകരിക്കുന്ന കോപ്പിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ മെക്കാനിസം വേറെ ആയിരിക്കും. അപ്പൊ അതെന്തൊക്കെയാണ്. ഇനി യൂണിറ്റ് 6ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഈ മെൻഷൻ ചെയ്തേക്കുന്നതാണ്. റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ്, ബയോ ഫീഡ്ബാക്ക്. അപ്പൊ ഓരോന്നും എന്താണ്, ഏത് രീതിയിലാണ് ഇത് സ്ട്രെസ്സിന് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 6ൽ കാണും. യൂണിറ്റ് 7ലേക്ക് വരുന്ന സമയത്ത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങും ടൈം മാനേജ്മെന്റ് ആണ്. ഇതും സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് തന്നെയാണ്, പക്ഷെ പലതും പല തലത്തിലുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ആണെന്ന് മാത്രം. അപ്പൊ യൂണിറ്റ് 6ൽ ഒരു തലത്തിലുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ആണ്, യൂണിറ്റ് 7ലേക്ക് വരുമ്പോൾ വേറൊരു തലത്തിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 8ൽ ഇതുപോലെ തന്നെ വീണ്ടും സ്ട്രെസ് മാനേജ്മെന്റ് ആണ്, ഇന്റർ പേഴ്സണൽ സ്കിൽസും പ്രോബ്ലം സോൾവിങ് സ്കിൽസും ആണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന
ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ വളരെ എന്താ പറയാ, നമ്മൾ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക് അല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നമുക്ക് ഡെയിലി ലൈഫിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു പേപ്പറാണ്. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളെ പേഴ്സണലി നമ്മുടെ പേഴ്സണാലിറ്റീനെ മാറ്റം വരുത്താനായിട്ടും നമ്മുടെ ഡേ ടു ഡേ ഹാബിറ്റ്സിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ യൂണിറ്റ് ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം കേട്ടോ. അപ്പം താങ്ക് യു.